വെൽക്കം ബാക്ക് ടു റിയൻസ് പാൻട്രി. നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങ വെച്ച് നമുക്ക് നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കാം. നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. നമ്മൾ അങ്ങനെ മാങ്ങ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്നും കൂടി അടിക്കണം. അതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും പാലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് പാലും ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ അടിച്ചെടുക്കാം. നമുക്കാണ് നല്ല രീതിയിൽ മാങ്ങ ജ്യൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി റെസിപ്പിയിലേക്ക് പോകാം. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് പാനിലേക്ക് മാറ്റാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 3-4 ഏലക്ക ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ നോക്കണം. ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടരുത്. ഒരു 1/4 കപ്പ് ഓഫ് കോൺഫ്ലവർ നമ്മൾ എടുക്കാം. അതേപോലെ തന്നെ 1/4 കപ്പിൽ പാൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാതെ നമുക്ക് നല്ലതുപോലെ കലക്കി എടുക്കാം. കോൺഫ്ലവർ നല്ലതുപോലെ ഡൈല്യൂട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലവർ പയ്യെ പയ്യെ ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒന്ന് തിളച്ച് കുറുക്കി വരുമ്പോഴേക്കും നമുക്ക് ഈ ടൈമിലേക്ക് ഒരു 1/2 ലെമൺ സ്ക്യൂസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ലെമൺ ചേർത്ത് കൊടുത്ത്. നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനിൽ വിട്ട് വരുന്ന രീതിയിൽ നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാൻ ഓഫ് ചെയ്യാം. നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ തന്നെ നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓവർനൈറ്റ് വേണം വെക്കാൻ. ഞാൻ അത്ര നേരം വെച്ചിട്ടില്ല. വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് എടുത്തതാണ്. എങ്കിലും നമുക്ക് ജെൽ ടൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കാം. പതിയെ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഓവർനൈറ്റ് നമ്മൾ വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ. നമ്മുടെ ഓൾമോസ്റ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമ്മുടെ അടിപൊളി മാംഗോ പുഡിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ കുറച്ച് നേരം കൂടി വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സ്റ്റിഫായിട്ട് കിട്ടിയേനെ. ഇതിപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു അടുത്ത റെസിപ്പി നമുക്ക് പിന്നീട് കാണാം. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം.